സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശകലം പന്നിയിറച്ചിയാണ് കേട്ടോ. ഈ ദാവാക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളും എല്ലാ ദാവാക്കാരും ക്രിസ്ത്യാനികളും ഒരുപോലെ ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണല്ലോ, ക്രിസ്ത്യാനികൾ പന്നിയിറച്ചി കഴിക്കുന്നു എന്നുള്ളത്. ഇപ്പം ന്യായപ്രമാണത്തിൽ ദൈവം നൽകിയിട്ടുള്ള കൽപ്പനയാണ് പന്നിയെ കഴിക്കരുതെന്ന്. എന്നാൽ ന്യായപ്രമാണമേ വേണ്ട എന്ന് പറയുന്ന പൗലോസിൻ്റെ ഉപദേശം അനുസരിച്ച് ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ കൽപ്പനയായ പന്നിയിറച്ചി നിരോധനം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇഷ്ടം പോലെ പന്നിയെ വളർത്തുകയും തിന്നുകയും ചെയ്യുന്നുവെന്നും പൗലോസ് അട്ടിമറിച്ച് കളഞ്ഞ ന്യായപ്രമാണത്തിലെ ഇപ്രകാരമുള്ള കാര്യങ്ങളും നിയമങ്ങളും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് വന്നത് എന്നും ദാവാക്കാർ വാദിക്കുന്നുണ്ട്. അത് വലിയൊരു സംഭവമാണ്. കാരണം അന്ത്യപ്രവാചകനായ മുഹമ്മദ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ ചിരിയാണ് മുഹമ്മദിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം വേറൊന്നുമല്ല. നമ്മൾ ആ വിശദീകരണത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ പരിചയപ്പെടാനുണ്ട് കേട്ടോ. പുള്ളി ഭയങ്കര പണ്ഡിതനാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അറിയാം പുള്ളി ഒരു ഭയങ്കര പണ്ഡിതൻ, ഒരു വാൽമീകിയൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര ട്രഡീഷണൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഖലീൽ വ്ളോഗ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. ഓന് പന്നി കഴിക്കാൻ പാടില്ല, ഓന് ഹറാമാണ്. ഇതുപോലെ കള്ളത്തരങ്ങൾ പറയാനും ഡോക്ടറേറ്റ് നേടണമല്ലോ. ഈ ഡോക്ടറേറ്റ് നേടുക എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു കള്ളത്തരം പറയാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയുന്നതെന്ന് കേട്ടോണം. കേട്ടിട്ടുണ്ട് പന്നിയിറച്ചി നല്ല രുചിയുള്ള മാംസമാണ്. കേട്ടിട്ടുണ്ട് പന്നി ഇറച്ചി നല്ല രുചിയുള്ള മാംസമാണെന്ന്. ആണോ? സത്യം അത് പിന്നെ പറയണോ ഡോക്ടറെ? കാരണം പന്നിയിറച്ചി വെക്കേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ വെച്ച് തരാം. നല്ല അടിപൊളിയായിട്ട് വെച്ച് തരാം. നല്ല തുമ്പപ്പൂ ചോറെന്നൊക്കെ പറയുന്ന പോലെ നല്ല പന്നിയിറച്ചി നല്ല സൂപ്പറായിട്ട് വെച്ച് തരാം. ഇനിയും ചില ആൾക്കാർ പറയാം, അയ്യോ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിക്കനും കഴിക്കാൻ പാടില്ല. കാരണം ഇര പിടിക്കുന്ന പക്ഷിവർഗത്തിലേക്ക് ചിക്കനും ഉള്ളതുകൊണ്ട് അത് കഴിക്കാനും പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പം പന്നിയിറച്ചി നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതിൽ കൂടുതൽ എന്താ വേണ്ട? പന്നിയിൽ നിന്ന് എന്തും വേണ്ടി കാര്യങ്ങൾക്കാണ് അതിൻ്റെ കൊഴുപ്പും ബ്ലഡും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. മെഡിസിൻ വരെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറേ ആൾക്കാർ ഇൻസുലിൻ നിർത്തണം, പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഗുളികയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർത്തേണ്ടി വരും. പിന്നെ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഷുഗറില്ല, അതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടി വരും. കാരണം ഇതിലെല്ലാം പന്നിയുടെ അംശമുണ്ട്. അന്നേരം ഇപ്പം ഈ ഡോക്ടർക്ക് മാത്രം എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇനി ഡോക്ടർ എന്താ പറയുന്നത് നോക്കാം. അത് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, കഴിക്കാത്തവർക്ക് കഴിക്കാതിരിക്കാം. അതൊരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അത് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, കഴിക്കാത്തവർക്ക് കഴിക്കാതിരിക്കാം. അതെന്താ കഴിക്കാത്ത ഡോക്ടറെ? ഡോക്ടറിന് കഴിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഞാൻ കഴിക്കാറില്ല. എൻ്റെ ഒരു ട്രഡീഷൻ എന്നെ അതിന് അനുവദിക്കുന്നില്ല. അത് മാത്രമല്ല അതങ്ങനെ ശീലിച്ചുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല. ഇപ്പം നായയുടെയും പട്ടിയുടെയും ഇറച്ചി നമ്മൾ തിന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പന്നിയിറച്ചി കഴിക്കാറില്ല. കാരണം പന്നിയിറച്ചി കഴിച്ച് തുടങ്ങണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം അതിൽ അത്യാവശ്യം നല്ല കലോറി ഉണ്ട്. ഡോക്ടർ കഴിക്കാത്ത എന്താണെന്നറിയാമോ? ഓൻ്റെ ട്രഡീഷൻ അതിനെ അനുവദിക്കുന്നില്ല, കഴിച്ച് ശീലിച്ചുമില്ല. പാവം ഡോക്ടർ. നായയുടെയും പട്ടിയുടെ ഇറച്ചി നമ്മൾ തിന്നില്ല എന്ന് പറയുന്ന പോലെ പുള്ളിക്ക് അതങ്ങോട്ട് കഴിക്കാൻ പാടാണ്. ഇപ്പോൾ ബൈബിളിലെ പഴയ നിയമവും അതിലെ പല നിയമങ്ങളും പുതിയ നിയമങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിന് നിഷിദ്ധമായതാണ് പന്നിയിറച്ചി. പക്ഷേ ഈ ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് കാണിച്ചു തന്ന മാതൃക പിൻപറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ട്രഡീഷണൽ ഉള്ളത് കൊണ്ടാണല്ലോ മാതൃക കാണിക്കേണ്ടത്. ശരിയല്ല ഡോക്ടറെ? പിന്നെ ബൈബിളിൽ പറയുന്നത് കൊണ്ട് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രം കൊണ്ടുവരരുത്. പാവം ഡോക്ടർ. നായയുടെയും പട്ടിയുടെയും ഇറച്ചി നമ്മൾ തിന്നില്ല. പക്ഷേ ലോകത്തിലെ വലിയ ഡോക്ടർ എന്ന് ചില മുസ്ലിങ്ങൾ അവകാശപ്പെടുന്ന മുഹമ്മദിൻ്റെ കണ്ടുപിടുത്തമൊക്കെ ഉണ്ട്. മുഹമ്മദിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറച്ചി കൂട്ടൂല, ചാറ് കൂട്ടുമെന്ന് പറയുന്ന ഇടപാടുണ്ടല്ലോ, അറിയത്തില്ല? ചില ആൾക്കാരൊക്കെ പറയത്തില്ലേ, ഞാൻ ബീഫ് കഴിക്കില്ല, അതിൻ്റെ ചാറ് മതി, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കില്ല, അതിൻ്റെ ചാറ് മതി എന്നൊക്കെ പറയുന്ന പോലെ ഡോക്ടർ പട്ടിയിറച്ചി നായയുടെ ഇറച്ചി ഒന്നും കഴിക്കില്ല. പക്ഷെ മുഹമ്മദ് വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഡോക്ടറെ, അതറിയാമോ? അതൊരു ഹദീസ് ഇങ്ങനെ പറയുന്നു. അബൂ സയ്യിദ് ഖുദ്രിയിൽ ഉദ്ധരിക്കുന്നു, ജനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിച്ചതായി ഞങ്ങൾ കേട്ടു. ബുദായുടെ കിണറ്റിൽ നിന്ന് നിങ്ങൾക്കായി വെള്ളം കൊണ്ടുവന്നു. ചത്ത നായ്ക്കളുടെയും ആർത്തവ വസ്ത്രങ്ങളും ആളുകളുടെ വിസർജ്യവും വലിച്ചെറിയുന്ന കിണറാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ മറുപടി പറഞ്ഞു, തീർച്ചയായും വെള്ളം ശുദ്ധമാണ്, യാതൊന്നും അതിനെ മലിനമാക്കപ്പെട്ടിട്ടില്ല.
ആ, അടിപൊളി സംഭവം കേട്ടോ ഡോക്ടറെ. ഡോക്ടറെ, അപ്പൊ ഈ ചത്ത നായ്ക്കളും ആർത്ത വസ്ത്രം ആളുകളുടെ വിസർജ്യമൊക്കെ വലിച്ചെറിയുന്ന കിണറ്റീന്ന് ഞാനൊരു കിണർ കുഴിച്ചിട്ട് ഇങ്ങനെ സാധനം ഇട്ടിട്ട് കൊണ്ടുപോയി തരാം. താങ്കളുടെ പ്രവാചകൻ വലിയ ഡോക്ടറാണല്ലോ, വലിയ കണ്ടുപിടുത്തക്കാരനാണല്ലോ. അപ്പോൾ ആ വെള്ളം ശുദ്ധമാണെങ്കിൽ അതിനെ മലിനമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഹമ്മദ് വുദു ചെയ്തതുപോലെ ഒന്ന് വായിലെടുത്ത് ആ വെള്ളം വായിലേക്ക് ഒഴിച്ചിട്ടൊന്ന് വുതുവൊക്കെ ചെയ്തൊന്ന് കാണിച്ചാലോ, മുഖമൊക്കെ ഒന്ന് കഴുകി. ഏ കാരണം ഈ വെള്ളം ശുദ്ധമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, കാരണം അത് അതിൻ്റെ അകത്ത് കിണറ് അതിൻ്റെ അകത്ത് വെള്ളം ഉള്ളതല്ലേ. എങ്ങനെയാണ് നടക്കുമോ ഡോക്ടറെ? ഡോക്ടർ അങ്ങോട്ട് ഈ പന്നിയിറച്ചി എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ പറയുന്നു. ഇനി അടുത്ത പറഞ്ഞോ, അള്ളാഹുവിൻ്റെ ദൂതരെ, നായ്ക്കളുടെ ശരീരവും ആർത്തവകാലത്തെ തുണികളും മാലിന്യം വലിച്ചെറിയുന്ന കിണറ്റിൽ നിന്നാണോ താങ്കൾ വുതു ചെയ്യുന്നത്? അവൻ പറഞ്ഞു, വെള്ളം ശുദ്ധമാണ്, അതൊന്നിലും അശുദ്ധമാകില്ല. അല്ല, ഒന്ന് വുതു എടുക്കാവോ ഡോക്ടറെ? എങ്ങനെയാണ്? ഡോക്ടർ ഭയങ്കര സാങ്കേതിക വിദ്യകളാൽ കഴുത്തേല പച്ചക്കളർ ഇതൊക്കെ ഇട്ടുകൊണ്ടിരുന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണല്ലോ ഡോക്ടറെ. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെയുള്ള വെള്ളം അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ലോകത്തിന് കാണിച്ചു തന്ന മാതൃകയാണല്ലോ. ഡോക്ടറിന് ആ മാതൃക ട്രഡീഷനൊക്കെ അങ്ങോട്ട് പിൻപറ്റി നടക്കുന്നതുകൊണ്ട് ഡോക്ടറിന് കുഴപ്പമില്ലല്ലോ. ഡോക്ടർ അതിപ്പോൾ ആ മാതൃക ഒന്ന് സെറ്റപ്പാക്കി തരുമോ? ഞാൻ കൊണ്ടുവരാം, കുഴപ്പമില്ല. ഞാൻ ഈ വെള്ളം ഡോക്ടറിനെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു നായ് ചത്ത് കിടക്കുന്ന കിണറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ തന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ വരാം. ആർത്തവകാലത്തെ കുറച്ച് തുണികൾ ഇപ്പം പാടൊക്കെയാണല്ലോ, അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തരും, ഒന്ന് വുതു ചെയ്ത് കാണിക്കുമോ? കാരണം താങ്കളെക്കാളും വലിയ ഡോക്ടറായിരുന്നല്ലോ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ. അപ്പം അദ്ദേഹം അത് വെള്ളം ഒന്നിനും അശുദ്ധമായില്ല, എല്ലാം ശുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാലോ. അല്ല, ഇപ്പം പന്നിയിറച്ചി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് ഡോക്ടറെ. അപ്പോൾ മുഹമ്മദിൽ ഉത്തമ മാതൃക ഉണ്ടല്ലോ. അതിപ്പോൾ നായയുടെയും പട്ടിയുടെയും ഇറച്ചി തിന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള വെള്ളത്തിൽ വുതു ചെയ്യാം അല്ലേ ഡോക്ടർ? ഒരു സംശയം, ഇനി ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഡോക്ടറെ. ഡോക്ടർ വല്ല സ്കാച്ചാമ്പിൻ്റെ അങ്ങാണ് ഉരച്ചിട്ട് ഡോക്ടറായതാണ്? അല്ല, എൻ്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആധുനിക ശാസ്ത്രമൊക്കെ ഇത്രയും വളർന്നിട്ടും ഒരു ബൈബിൾ വാക്യം എടുത്ത് വായിക്കുന്ന ആ ഗതികേടൊന്ന് നോക്കണേ ഡോക്ടറിൻ്റെ. ഞാൻ ആ ഡോക്ടറിനെ കളിയാക്കുന്നില്ല, ഡോക്ടർ ബൈബിൾ വാക്യം വായിച്ചാൽ നിങ്ങളൊന്ന് നോക്കണം. ഇതേത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണെന്ന് ഒന്ന് പറഞ്ഞു തരണേ. അതെ ഡോക്ടർ ഇങ്ങനെ വായിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പം എനിക്ക് ബൈബിളിൽ ഒരു പഴയ നിയമത്തിലെ ഏതാനും വരികളാണ് ഓർമ്മ വരുന്നത്. ഈ പഴയ നിയമം ശരിക്കും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തികളെന്ന ജൂത സമൂഹവും പഴയ നിയമത്തിലെ പല നിയമങ്ങളും പുതിയ നിയമങ്ങളായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിനും നിഷിദ്ധമായ ഒരു ഭക്ഷ്യവസ്തുവായിട്ടാണ് പന്നിയിറച്ചി കാണുന്നത്. ബൈബിളിൽ പറഞ്ഞൊരു ലേവ്യ പുസ്തകം 11-ാം അധ്യായം 7-8 പ്രകാരത്തിലാണ് ഈ പറയുന്നത്. പന്നിയും കഷ്ടം ചവച്ചാലും അതിൻ്റെ കവിളുകൾ പിളർന്നിട്ടില്ല. അവൻ നിങ്ങൾക്ക് അശുദ്ധൻ. അതിൻ്റെ മാംസം നിങ്ങൾ കഴിക്കരുത്. അതിൻ്റെ കൂർത്തുകൂടാതെ നിങ്ങൾ സ്പർശിക്കരുത്. അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും. ഒരുപക്ഷെ ഈ നിയമമായിരിക്കാം ജൂത സമൂഹത്തെയും ഇസ്ലാമിക സമൂഹത്തെയും പന്നിയിറച്ചി കഴിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത്. കേട്ടല്ലോ. അല്ല, ഇത് എവിടെയാണ് ഡോക്ടർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? പന്നിയും കഷ്ടം ചവച്ചാലും അതിൻ്റെ കവിളുകൾ പിളർന്നിട്ടില്ല. അവൻ നിങ്ങൾക്ക് അശുദ്ധൻ. അതിൻ്റെ മാംസം നിങ്ങൾ കഴിക്കരുത്. അതിൻ്റെ കൂർത്തുകൂടാതെ നിങ്ങളെ സ്പർശിക്കരുത്. അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും. ഇത് എങ്ങനെയാണ് ഡോക്ടർ? ഇതെങ്ങനെ നിങ്ങൾ പ്രത്യേകം സജ്ജീകരിച്ചെടുത്ത വല്ല ട്രാൻസ്ലേഷനാണോ? ഇതാണ് ഞാൻ ചോദിച്ചത്. വല്ല സ്ക്രാച്ചാമ്പിനെങ്ങാനും ഉരച്ചെങ്ങാനും കിട്ടിയതാണോ? അല്ല, ഈ പ്രകാശം എന്ന് പറഞ്ഞതിനെ തിരുത്തി പ്രകാരമെന്നാക്കിയ ആളിന് ഇതെന്നേരം ഇപ്പം അങ്ങോട്ട് നോക്കാൻ പോയില്ലായിരുന്നു. അല്ല ഡോക്ടർ, ഈ വന്ന കാലത്ത് ഈ പ്ലേ സ്റ്റോറിൽ കയറിയാൽ ബൈബിൾ ആപ്പ് കിട്ടും. അതിൽ നിന്നും പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അതാണ് ഞാൻ സംശയം ചോദിച്ചത്, പ്രകടിപ്പിച്ച് ഞാൻ ചോദിച്ചത്. സ്കാച്ച് ആൻഡ് പിന്നെ അങ്ങാണ് ഉരച്ചിട്ടാണ് താങ്കൾ വന്നതെന്നുള്ളത്. പിന്നെ പറഞ്ഞു, അയ്യോ അമിത വണ്ണം ഉണ്ടാകുന്നെന്ന്. അപ്പോൾ ഇന്ന് പന്നിയിറച്ചിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നിപ്പോൾ പന്നിയിറച്ചി തീറ്റ ചാലഞ്ചൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാതന്ത്ര്യമാണ്. ഓരോ സംഘടനക്കും അവരുടെ സ്വാതന്ത്ര്യമാണ്. വിമർശിക്കാനൊന്നും ഞാൻ ആളല്ല. പിന്നെ പന്നിയിറച്ചിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പന്നിയിറച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പന്നിയിറച്ചി എന്ന് ആലോചിക്കുമ്പോൾ നാവ് രുചി ഊറുമ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് പന്നിയിറച്ചി. രുചിക്ക് അഡിക്റ്റഡായി നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനേക്കാളും കൊഴുപ്പടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. പ്രത്യേകിച്ച് ഹൃദ്രോഗമുള്ളവർ, മറ്റ് പല ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർ, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. അവസാനം
ഇതുപോലെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളോ ഹൃദ്രോഗമോ വരുമ്പം എൻ്റെ പന്നിയിറച്ചി എന്നെ ചതിച്ചേ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. പന്നിയിറച്ചി ഇങ്ങോട്ട് തുറന്ന് ഇതാ മോനെ പിടിച്ചോ, നിൻ്റെ രുചിക്ക് ഇതാ നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുമ്പം ആ പന്നിയിറച്ചി നിങ്ങൾക്ക് കൂടെ മറ്റ് 2 ഗിഫ്റ്റുകൾ കരുതുന്നുണ്ട്. ഒന്ന് അമിതവണ്ണം, 2 ഹൈ കൊളസ്ട്രോൾ, പിന്നെ കുറച്ച് ശരീരത്തിനുണ്ടാക്കുന്ന പാരസൈറ്റുകളും അതിനുള്ളിൽ ഉണ്ടായിരിക്കാം. ട്രിക്കനെല്ല സ്പൈറാലിസ് എന്ന് പറയുന്നൊരു പാരസൈറ്റാണ് അതിലൂടെ കൂടുതൽ വരിക കേട്ടോ. പിന്നെ ഈ പ്രൊസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം അതിൻ്റെ പന്നിയിറച്ചി കഴിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് സാൾട്ടും അടങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പം രക്തസമ്മർദ്ദമായിരിക്കും നിങ്ങൾക്ക് പകരം തരുന്നത് കേട്ടോ. പന്നിമാംസം പ്രത്യേകിച്ച് വറുത്തെടുത്തിട്ട് കൊണ്ട് കഴിക്കുമ്പം ഒന്ന് ഓർക്കണേ, അതിൽ അത്യാവശ്യം നല്ല കലോറി ഉണ്ട്. 240 തൊട്ട് 250 കലോറി പെർ 100 ഗ്രാം പന്നിമാംസത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പന്നിമാംസത്തെക്കുറിച്ച് ഉള്ള അറിവ് നിങ്ങൾ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബായ്. പറഞ്ഞു അയ്യോ അമിതവണ്ണം ഉണ്ടാകുമെന്ന്. അതിപ്പം ഈ പറയുന്ന ആളിന് അമിതവണ്ണം, ഇദ്ദേഹത്തിന് അമിതവണ്ണം, ഇദ്ദേഹത്തിന് അമിതവണ്ണം. പിന്നെ ഇദ്ദേഹത്തെ അറിയാവോ? ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് മാത്രം ഇട്ട് കുലുക്കി ഇഷ്ടം പോലെ യൂട്യൂബിൽ നിന്ന് കാശ് മേടിക്കുന്ന ആളാണ്. ഇതും ഇവർക്കൊക്കെ ഈ അമിതവണ്ണം വന്നത് ഈ പന്നി അങ്ങോട്ട് കഴിച്ചിട്ടാണോ? ഈ വയറ് കുലുക്കി ഇഷ്ടം പോലെ യൂട്യൂബിൽ നിന്ന് ഇത്രയും വരുമാനം ഉണ്ടാക്കി ഈ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം മൊത്തം പന്നിയാണോ? അല്ലെങ്കിൽ ഒരു ഡോക്ടറാണല്ലോ ഡോക്ടറെ. ഈ ഡോക്ടർ പരിശോധിക്കുന്ന പല ആൾക്കാരും അമിതവണ്ണമായിട്ട് നിങ്ങളുടെ പോലെ തന്നെ ട്രഡീഷണലിൽ നിൽക്കുന്ന ആൾക്കാർ വരാറുണ്ടല്ലോ. അവരെല്ലാവരും എന്നിപ്പോൾ പന്നിയിറച്ചി കഴിച്ചവരല്ല ഡോക്ടറെ. ഡോക്ടറിൻ്റെ ഒരു ഡോക്ടറേറ്റേ. പിന്നെ ഹൃദയാഘാതം കൂടുതലായിട്ട് പന്നിയിറച്ചി കഴിക്കുന്നവർക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചൈനയിൽ ആരും കാണത്തില്ല. പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മാംസം എന്ന് പറയുന്നത് പന്നി മാംസമാണ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പന്നിയിറച്ചി കഴിക്കുന്നതുകൊണ്ടാണ്. അതിപ്പോൾ നിങ്ങളുടെ ഇസ്ലാമികിൽ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ട്രഡീഷൻ അനുസരിച്ച് നിൽക്കുന്നവർക്ക് ആർക്കും അറ്റാക്ക് ഉണ്ടാകാറില്ല, അമിതവണ്ണം ഉണ്ടാകാറില്ല. എല്ലാവരും പൈപ്പ് പോലെ ഇരിക്കുന്നത് അല്ലേ? ആർക്കും ഒരു അറ്റാക്ക് പോലും ഉണ്ടായിട്ടില്ല. സമ്മതിക്കണം. ഇപ്പോൾ ഈ പന്നിയിറച്ചി കഴിക്കുന്ന ബാക്കിയുള്ളവരുടെ ചൈനക്കാരുടെയും ഞാൻ കഴിക്കും കേട്ടോ, ഉള്ള കാര്യം പറയാം. ഞാൻ നല്ല രീതിയിൽ വെച്ച് എൻ്റെ വീട്ടിൽ വരുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ കഴിച്ചവരെല്ലാം പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എന്താ അറിയത്തില്ല, പന്നിയുടെ പല വിധമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കാൻ ഡോക്ടറെ, അതിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വണ്ണം വെച്ചിരിക്കുന്നവർക്ക് മുഴുവനും ഇതെന്താണ് ഈ പ്രശ്നം ഉണ്ടായത്? അല്ല നിങ്ങൾക്ക് പന്നിയിറച്ചി കഴിക്കാമല്ലോ, ഖുറാൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പന്നിയിറച്ചി കഴിക്കാമെന്ന്. അതിനെ ഞാൻ പിന്നീട് വിശദീകരിച്ചാൽ ഇപ്പോൾ താങ്കൾ വായിച്ച ആ ബൈബിൾ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി ഞാൻ പറയാം. യഹോവയായ ദൈവം തൻ്റെ ദാസനായ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ പ്രമാണത്തിലെ ഭക്ഷണ നിയമത്തിൽ പന്നിയെ കഴിക്കരുതെന്ന് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ലാതെ നമുക്കത് പറയാൻ പറ്റും. എന്നിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പന്നിയെ ഭക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ബൈബിൾ തന്നെ നൽകുന്നുണ്ട്. ഇസ്രായേൽ ഒരു ഭൗതികമായ രാജ്യമായിരുന്നു, അവർക്കുള്ള നിയമങ്ങളും ഭൗതികമായിരുന്നു. എന്നാൽ പുതിയ നിയമം ഇസ്രായേൽ എന്നത് ഒരു ഭൗതിക ജനതയല്ല, ആത്മിക ജനതയാണ്. യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഇതാണ്: എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദയിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. യോഹന്നാന്റെ സുവിശേഷം 18:36 പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രാജ്യം ഐഹികമല്ല, ആത്മീയമാണ് എന്നുള്ളതിനാൽ ആ രാജ്യത്തിലെ പ്രജകൾക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളും പഴയ നിയമത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഓരോ കൽപ്പനയും ആക്ഷരികമായതും ആത്മീകമായതും എന്നിങ്ങനെ 2 വശങ്ങളുണ്ട്. ഭക്ഷണ നിയമത്തിലെ ആത്മീയ വശം ഒരു കൽപ്പന കൊടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ദൈവം പറയുന്നുണ്ട്, അത് ഇതാണ്. ലേവ്യാപുസ്തകം 11:44 മുതൽ 47 വരെയുള്ള ഭാഗം: ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധമായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിക്കണം. ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാവുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്ത് ഇഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണം ആകുന്നു. പിന്നീട് ലേവ്യാപുസ്തകം 20-25-26 പറയാണ്:
ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വെക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെ കൊണ്ടും പക്ഷിയെ കൊണ്ടും നിലത്തിഴയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. നിങ്ങൾ എനിക്ക് വിശുദ്ധമായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രയേലിന് ചുറ്റുമുള്ള ജനം തനിക്കിഷ്ടമുള്ളതൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന പദവിയിലിരിക്കുന്ന ഇസ്രയേൽ ഭക്ഷണകാര്യത്തിലടക്കം സകലത്തിൽ അവരിൽ നിന്നും വേർപെട്ടുകൊണ്ട് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുകയും അങ്ങനെ തങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് വെളിപ്പെടുത്തുകയും വേണം എന്നതായിരുന്നു ഈ കൽപ്പനയുടെ ആത്മീക വശം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭൗതിക വശം എന്നുള്ളത് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുള്ള ജീവികളെ തിന്നാതിരിക്കുകയാണെങ്കിൽ പലവിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. ഈ ഉദ്ദേശത്തോടുകൂടി ഈ ജീവികളെ തിന്നാതിരിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തുണ്ട് എന്നത് മറ്റൊരു വശം. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കഴിക്കാതിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കഴിക്കാതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മീക രാജ്യത്തിലെ പൗരന്മാരായിരിക്കുന്ന പുതിയ നിയമവിശ്വാസികൾ വിശുദ്ധിയും വേർപാടും പാലിക്കേണ്ടത് ഏതെങ്കിലും ജീവികളെ തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്തുകൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കണക്ക് ഉടനെ വെള്ള ഇട്ട് വെള്ള മുണ്ട് കൊടുത്ത് വെള്ള ഷർട്ട് ഇട്ട് തലേ തൊപ്പിയും വെച്ച് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഡോക്ടറിനെ പോലുള്ളവരൊക്കെ വലിയ പ്രൗഢിയിൽ നിൽക്കുകയും നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ പ്രായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം മറച്ചു വെക്കുകയും ചെയ്യുന്ന അത്തരം പരിപാടിയൊന്നുമല്ല. അതിനൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ അതിൻ്റെ ആയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറെ മനസ്സിലായോ? ഡോക്ടറിന് ഇത് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഡോക്ടർ ആ ട്രഡീഷൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ അങ്ങ് പരിഹാസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ളവർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോഴും ഡോക്ടറിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴും ഓ എൻ്റെ പാപം ചുമക്കാനുള്ള ക്രിസ്ത്യാനിതയെ വന്നു എന്നുള്ള സന്തോഷത്തിലാണല്ലോ ഇരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ബൈബിളിൻ്റെ അകത്ത് മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള ഭാഗം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചോളുവിൻ. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവൻ്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറയുന്നു. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഇത് മാത്രമല്ല, അപ്പോസ്തലനായ പത്രോസിന് ദൈവം നൽകിയ ഒരു ദർശനത്തിലൂടെയും ദൈവം ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 9 മുതൽ 9-10 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാം. പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തൂപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് ഒരു ശബ്ദം ഉണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2 പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചിരുന്ന പത്രോസ് അതുവരെ അശുദ്ധ മൃഗങ്ങളെ ഒന്നിനെയും തിന്നിട്ടുള്ളവനല്ല. എന്നാൽ പുതിയൊരു നിയമ വിശ്വാസിക്ക് ഒരു കൽപ്പന ബാധകമല്ലെന്നും അവരുടെ ശുദ്ധിയും അശുദ്ധിയും തീരുമാനിക്കേണ്ടത് വയറിനകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നിമിത്തമല്ലെന്നും പത്രോസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം ഈ ദർശനം നൽകിയത്. ഈ കൽപ്പനയുടെ ആത്മീക സത്യം ഗ്രഹിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണ കാര്യത്തിൽ എന്തെങ്കിലും വേർതിരിവ് കാണിക്കാത്തത്. അല്ല, പൗലോസ് അപ്പോസ്തലൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല.
പിന്നെ മുസ്ലിങ്ങളായ നിങ്ങൾക്ക് പൗലോസ് എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിനേക്കാൾ ഭയമാണല്ലോ, അത് വേറെ ഒരു വശം. അതുകൊണ്ടാണല്ലോ നിച്ചോ ട്രൂത്തിൻ്റെ ഡയറക്ടറായ കള്ളുകുടിച്ച MM അക്ബറിനെ ഞങ്ങൾ പൗലോസിൻ്റെ ധാർമ്മികത, മുഹമ്മദിൻ്റെ ധാർമ്മികത, അല്ലെങ്കിൽ പൗലോസിൻ്റെ അപ്പോസ്തോലിക, മുഹമ്മദിൻ്റെ പ്രവാചകത്വം എന്ന് പറയുന്ന കാര്യത്തിന് പോലും ഡിബേറ്റിന് വിളിച്ചിട്ട് ഓടി രക്ഷപ്പെട്ട് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹം കള്ളും കുടിച്ചു പോയി. എന്തു ചെയ്യാം? ഇനി എങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരും? അത് വേറൊരു കാര്യം. ഇനിയേ നമുക്ക് ഈ വിഷയത്തിലുള്ള ഇത്തരം ഡോക്ടർമാരുടെയും ദാവാക്കാരുടെയും ഇരട്ടത്താപ്പ് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പന്നിയെ മാത്രമേ തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളൂ ഡോക്ടറെ. അതെന്താ ഡോക്ടറെ ആ ഭാഗം മാത്രം കൊണ്ടുവന്നത്? പഴയ നിയമം എടുത്തിട്ട് പറഞ്ഞല്ലോ, എനിക്ക് പഴയ നിയമത്തിൽ നിന്നാണ് സംസാരിക്കുക. അപ്പോൾ ഡോക്ടർ ഈ പഴയ നിയമത്തിൽ ആ ഭാഗം മാത്രമേ കണ്ടുള്ളൂ അല്ലേ? വേറെ ഒന്നും കണ്ടില്ലേ ഡോക്ടറെ? അതുകൂടാതെ വേറെ ചില കാര്യങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കിയാലോ ഡോക്ടറെ? ഡോക്ടർ ഇത് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാം നോക്കണേ. ലേവ്യ പുസ്തകം 11 അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യഹോവ പിന്നെയും മോശയോടും അഹരോനും അരുളിച്ചെയ്ത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങൾ ഇവ. മൃഗങ്ങളിൽ കുളമ്പ് വിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ. ഒട്ടകം അയവിറക്കുന്നു, എങ്കിലും കുളമ്പ് പിളർന്നിരിക്കുന്നതല്ലായകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. മുയൽ അയവിറക്കുന്നു, എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെ, എങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണം തൊടുകയരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം. ഇപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഡോക്ടർ വായിച്ച രീതിയിൽ എവിടാ ഡോക്ടർ എഴുതിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞു തന്നെ. പന്നിയെപ്പറ്റി പറയുമ്പോഴത്തേനും എങ്ങനെ പന്നിയെപ്പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് ഡോക്ടർ മനസ്സിലായോ? പന്നി കുളമ്പ് പിളർന്നിരിക്കുന്നതായി അങ്ങനെയാണ് പറയുന്നത്, അല്ലാതെ കഷ്ടം തിന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറിന് ഇതെങ്ങനെ കിട്ടി ഡോക്ടർ? സംഭവം ഡോക്ടർ ഒരു സംഭവം കേട്ടോ. ഡോക്ടറിൻ്റെ അടുത്ത് പരിശോധനയ്ക്കില്ലെന്ന രോഗികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇനി വേറെ ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ. ലേവ്യ പുസ്തകം 11 അധ്യായം 29 മുതൽ 31 വരെ ഭാഗത്ത് കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് വായിക്കണ്ടേ. നിലത്തിഴയുന്ന ഇടജാതികളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവ: പെരിച്ചാഴി, എലി, അതതുവിധ ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ, എല്ലാ ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം. അവ ചത്ത ശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. കേട്ടോ ഡോക്ടറെ? ഇങ്ങനെയും കൂടെ ഒക്കെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. കിട്ടിയ ഭാഗത്തുനിന്ന് പന്നീന്ന് മാത്രം തപ്പിപ്പോയിട്ട് കിട്ടിയാലും ബാക്കിയും കൂടെ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കിട്ടാതെ ഡോക്ടറിന് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് വന്നു. കാരണം എന്താ? ഡോക്ടറിൻ്റെ ട്രഡീഷൻ. ഡോക്ടറിൻ്റെ ട്രഡീഷൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഡോക്ടറിന് അത് മാത്രമേ പറ്റത്തുള്ളൂ. ഈ വെള്ളത്തിലെ ജീവികളിൽ എന്തൊക്കെയാണ് യഹൂദന് ഭക്ഷിക്കാൻ അനുവാദമില്ലാത്തതെന്നോട് ഒന്ന് നോക്കിയാലോ ഡോക്ടറെ? ലേവ്യ പുസ്തകം 11 അധ്യായം 9 മുതൽ 12 വരെ: വെള്ളത്തിലുള്ള എല്ലാറ്റിലും വെച്ച് നിങ്ങൾക്ക് തിന്നാവുന്നവ ഇവ. കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളവ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലുമില്ലാത്തതും ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം. അവയുടെ മാംസം തിന്നരുത്. അവയുടെ പിണം നിങ്ങൾക്ക് അറപ്പായിരിക്കണം. ചിറകും ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിൽ ഉള്ളതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അപ്പോൾ ലേവ്യ പുസ്തകം 11 അധ്യായം 9 മുതൽ 12 വരെ. അപ്പോൾ ഇങ്ങനെയും കൂടെ ഒക്കെ ഉണ്ട് ഡോക്ടറെ. ഇനി നിലത്തെഴുതിയ ജീവികൾ ഒന്നും തന്നെ യഹൂദന് തിന്നാൻ അനുവാദമുണ്ടായിരുന്നില്ല. ലേവ്യ പുസ്തകം 11 അധ്യായം 41 മുതൽ 43 വരെ: നിലത്തെഴുതുന്ന ഇഴജാതി എല്ലാം അറപ്പാവുന്നു, അതിനെ തിന്നരുത്. ഉരസ്സുകൊണ്ട് ചരിക്കുന്നതും 4 കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെ നിങ്ങൾ തിന്നരുത്, അവ അറപ്പാകുന്നു. യാതൊരു ഇഴജാതിയെക്കൊണ്ടും നിങ്ങൾ തന്നെ അറപ്പാകരുത്, അവയാൽ നിങ്ങൾ മലിനപ്പെടുമാറ് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത്. മനസ്സിലായോ ഡോക്ടറെ? ഇനിയുണ്ട് നിയമം അവർക്ക്. ഇനി ഇസ്രയേലിന് കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഡോക്ടറെ? എന്നെ കേൾക്കുന്ന എല്ലാ ദാവാ കുഞ്ഞുങ്ങളും ഇതൊക്കെ ഒന്ന് കേൾക്കണേ. ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് പന്നിയിറച്ചി കഴിക്കുന്നു, അത് കഴിക്കുന്നു, ഇത് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പണി കിട്ടിയെന്നുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ
ഇതൂടൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആവർത്തന പുസ്തകം 14 അധ്യായം 4, 6. നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങൾ ആവത് കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, ആട്ടാട്, ചെറുമാൻ, മലയാട്, കവരിമാൻ, മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. ഡോക്ടറെ, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കവരുമാൻ എന്നിവയല്ലാതെ വേറെ ഒരൊറ്റ മൃഗത്തെയും ഭക്ഷിക്കാൻ ന്യായപ്രമാണം ഒരു ഇസ്രായേലിനെ അനുവദിക്കുന്നില്ല. ന്യായപ്രമാണത്തെ പുനഃസ്ഥാപിക്കാൻ വന്നുവന്ന് ദാവാക്കാരും ഈ ഡോക്ടറും ഒക്കെ അവകാശപ്പെടുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ മൃഗങ്ങളെ മാത്രമേ ഭക്ഷിക്കാവൂ. ശരിയല്ലേ? ഇപ്പോൾ കബറിൽ കിടന്ന് മുൻകീറിനെ നക്കീറിനെ അടിമേടിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിന് ട്രഡീഷൻ കൊണ്ടുപോയി തന്ന ആള് ഈ മൃഗങ്ങളെയൊക്കെ മാത്രമേ ഭക്ഷിക്കാവൂ, അല്ലെങ്കിൽ ഭക്ഷിക്കാൻ അനുവാദം കൊടുക്കാവൂ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ മുഹമ്മദ് തൻ്റെ അനുയായികളെയും ഭക്ഷണക്കാര്യത്തിൽ ന്യായപ്രമാണത്തിൽ ഈ നിയമം തന്നെയാണോ അനുവർത്തിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ ഡോക്ടറെ? കാരണം താങ്കളുടെ ട്രഡീഷൻ എന്ന് പറയുന്ന ഖുറാനും ഹദീസും മുഹമ്മദിൻ്റെ ചരിയൊക്കെ ആണല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ ഡോക്ടറെ? ഡോക്ടർ ഒന്ന് മസിൽ പിടിച്ചൊക്കെ ഇടാതെ വളരെ കൂളായിട്ടിരുന്നതൊക്കെ ഇതൊന്ന് കേൾക്കണം കേട്ടോ. മൊത്തം കേൾക്കണേ, ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഖുറാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. 22:36. ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു. നിങ്ങൾക്കവയിൽ ഗുണമുണ്ട്. അതിനാൽ അവയെ വരിവരിയായി നിർത്തിക്കൊണ്ട് അവയുടെ മേൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയർപ്പിക്കുക. അങ്ങനെ അവ പാർശ്വങ്ങളിൽ വീണു കഴിഞ്ഞാലും അവയിൽ നിന്നെടുത്ത് നിങ്ങൾ ഭക്ഷിക്കുകയും യാചിക്കാതെ സംതൃപ്തി അടയുന്നവനും ആവശ്യപ്പെട്ടു വരുന്നവനും നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി അവയെ നിങ്ങൾക്ക് അപ്രകാരം നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. 22:36. അപ്പോൾ ഇവിടെ മലക്ക് വന്നിട്ട് പറയുന്നത് എന്താ അറിയോ? ഒട്ടകമാംസം ഭക്ഷിക്കാം. മനസ്സിലായോ? ഒട്ടകത്തെ ഭക്ഷിക്കുക. എന്നാൽ ന്യായപ്രമാണം പറയുന്നത് എന്താണ്? എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്ത വിവ ഒട്ടകം അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായതുകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം എന്നാണ് ന്യായപ്രമാണം പറയുന്നത്. പക്ഷേ ഈ ന്യായപ്രമാണം പുനഃസ്ഥാപിക്കാൻ വന്നു എന്നൊക്കെ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞല്ലോ. പഴയ നിയമത്തിനെ പുതിയതാക്കി മാറ്റിയെടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. വന്ന മുഹമ്മദിന് ഈ സന്ദേശങ്ങൾ എന്തുകൊണ്ട് അങ്ങോട്ട് കിട്ടിയില്ല? കാരണം എഴുത്തും വായന അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യന് പിന്നെ എവിടുന്ന് കിട്ടും? മറ്റുള്ളവരുടെ നിന്ന് കിട്ടിയത് കൊണ്ടല്ലേ ഡോക്ടറെ ഇപ്പോൾ ഡോക്ടറായിട്ടിരിക്കുന്നത് പോലെ ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൽ മാംസം ഭക്ഷിക്കുന്നതിനെതിരെ ഇങ്ങനെ ഒരു കൽപ്പന നൽകിയിട്ടുണ്ട് എന്ന കാര്യം അറിയില്ലായിരുന്നു ഡോക്ടറെ? കഷ്ടം തന്നെ. ഇനി ഹദീസുകളൊന്ന് പരിശോധിച്ചാലോ? ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അനസ് പറയുന്നു, എന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളൊരു മുയലിനെ ഇളക്കി വിട്ടു. ആളുകൾ പിന്നാലെ ഓടി ഓടി ക്ഷീണിച്ചു പോയി. അവസാനം ഓടിയെത്തിയിട്ട് അതിനെ പിടിച്ചു അബൂ തൽഹേൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹം അതിനെ അറുത്തു. തുട രണ്ടും തിരുമേനിക്ക് കൊടുത്തയച്ചു. തിരുമേനി അത് സ്വീകരിച്ചു. മറ്റൊരു റിവായത്തിൽ അവിടുന്ന് അതിൽ നിന്നും അല്പം തിന്നുവെന്നും വന്നിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി അധ്യായം 51 ഹദീസ് നമ്പർ 1117, പേജ് 568. തോട തന്നെയാണ് കഴിച്ചത് കേട്ടോ, 2 തോടയെ. അപ്പം മുയലിനെ കഴിക്കാനുണ്ടോ? അനസ് ഇബ്നു മാലിക് നിവേദനം. ഞങ്ങൾ ദഹ്റാനിലെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചിലർ ഒരു മുയലിൻ്റെ പിന്നാലെ കൂടി. അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നതും അവസാനം ക്ഷീണിതരാകുന്നതും കണ്ടു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയും എനിക്കതിനെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അതുമായി അബൂ തൽഹയുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം അതിനെ അറുത്തു. അങ്ങനെ അതിൻ്റെ ചണ്ണകളും തുടകളും നബിക്ക് മാറ്റിവെച്ചു. അങ്ങനെ ഞാൻ അതുമായി നബിയുടെ അടുക്കൽ ചെന്നപ്പോൾ അവിടുന്ന് അത് സ്വീകരിച്ചു. സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 34 ഹദീസ് നമ്പർ 53. തോടയില്ലാതൊരു പരിപാടി ഇല്ലല്ലേ ഡോക്ടറെ? തോടയിൽ മാംസം കൂടുതലായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മുഹമ്മദിനെ കിട്ടിയ ആ ഒരു ന്യായപ്രമാണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഈ മുഹമ്മദ് മുയലിനെ തിന്നതായിട്ട് ഹദീസിൽ കാണുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിൽ പറയുന്നതോ മുയലായ ഉറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം എന്നാണ് ന്യായപ്രമാണം പറയുന്നത്.
അപ്പോൾ ഈ കാര്യം മുഹമ്മദിനും മലക്കിനും ഡോക്ടറിനും അറിയത്തില്ലായിരുന്നു. ഡോക്ടറെ ഇനി ഉടുമ്പ് അത് കഴിച്ചിട്ടുണ്ടല്ലോ നോക്കണ്ടേ. കേട്ടോ, ഇബ്നു അബ്ബാസ് പറയുന്നു, എൻ്റെ മാതൃ സഹോദരി ഉമ്മു ഹുഫൈദ് തിരുമേനിക്ക് കുറച്ച് പാൽക്കട്ടിയും നെയ്യും ഉടുമ്പ് മാംസവും കൊടുത്തയച്ചു. തിരുമേനി പാൽക്കട്ടിയും നെയ്യും കഴിച്ചു. അറപ്പ് കാരണം ഉടുമ്പ് മാംസം കഴിച്ചില്ല. പക്ഷേ തിരുമേനിയുടെ മുമ്പിലുള്ള സുപ്രയിൽ വെച്ച് മറ്റുള്ളവർ അത് തിന്നു. അത് ഹറാമാണെങ്കിൽ തിരുമേനിയുടെ സുപ്രയിൽ വെച്ച് മറ്റുള്ളവർ തിന്നുകയില്ലായിരുന്നു. ഉടുമ്പ് മാംസേ മറ്റുള്ളവരെ കൊണ്ട് തീറ്റിച്ച് പുള്ളിക്ക് എന്തോ ചില മാംസത്തിനോടൊന്നും താല്പര്യം കിട്ടില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ ഡോക്ടറെ? അടുത്ത ഇനി ഒരു ഹദീസ്. ഇബ്നു ഉമർ നിവേദനം, നബിയോട് ഉടുമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് തിന്നുന്നവനല്ല, അത് നിഷേധിക്കുന്നവനുമല്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 34 ഹദീസ് നമ്പർ 39. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് ഡോക്ടറെ. തിന്നേണ്ടവർക്ക് തിന്നാം, തിന്നാതിരിക്കേണ്ടവർക്ക് തിന്നാതിരിക്കണ്ട. എൻ്റെ ട്രഡീഷൻ അനുവദിക്കുന്നില്ല. ഇവിടെ മുഹമ്മദ് കറക്റ്റ്, നിങ്ങൾ മുഹമ്മദിൻ്റെ അതേ അനുയായി ആയിട്ടുള്ള കൊച്ചു ഡോക്ടറാണ് കേട്ടോ. ഇവിടെ മുഹമ്മദ് എന്താ പറഞ്ഞത്? നിങ്ങൾ ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാനത് തിന്നുന്നില്ല, നിഷേധിക്കുന്നില്ല, തിന്നേണ്ടവർക്ക് തിന്നാം. ശരിയല്ലേ? ഡോക്ടർ കറക്റ്റ് മുഹമ്മദിൻ്റെ അടിമ തന്നെയാണ് കേട്ടോ. ഇബ്നു ഉമർ നിവേദനം, നബി തൻ്റെ അനുചരന്മാരിൽപ്പെട്ട കുറച്ച് പേരുടെ കൂടെയായിരുന്നു. അവരിൽ സയ്യിദും ഉണ്ടായിരുന്നു. ഉടുമ്പിൻ്റെ മാംസം കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ നബിയുടെ ഭാര്യമാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, അത് ഉടുമ്പിൻ്റെ മാംസമാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ തിന്നുക, അത് അനുവദനീയമാണ്, പക്ഷേ എൻ്റെ ഭക്ഷണത്തിൽ പെട്ടതല്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 34 ഹദീസ് നമ്പർ 42. ഉടുമ്പ് മാംസം അനുവദനീയമാണ് എന്നാണ് മുഹമ്മദ് പറയുന്നത്. പക്ഷേ ന്യായപ്രമാണം പറയുന്നത് ഉടുമ്പിനെ തിന്നരുതെന്നാണ് ഡോക്ടറെ. ഡോക്ടർ ഇത് കണ്ടില്ലായിരുന്നു ഡോക്ടറെ? ഈ സ്ക്രാച്ച് ആമിന് ഉരച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് ഡോക്ടറേറ്റ് നേടുന്ന ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നമായിരിക്കും ഡോക്ടറെ. ഭയങ്കര ട്രഡീഷണൽ ആയിപ്പോയി അല്ലേ? ഇനി കുതിരമാംസത്തെ പറ്റി എന്താണെന്നറിയണ്ടേ ഡോക്ടറെ? ന്യായപ്രമാണത്തിൻ്റെ ഇതിൽ കുതിരമാംസമൊക്കെ ഉണ്ടെന്ന് ഒന്ന് നോക്കിയാലോ. ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, ഖൈബർ ദിവസം നാടൻ കഴുതകളുടെ മാംസം കഴിക്കുന്നത് നിരോധിച്ചു. കുതിരയുടെ മാംസത്തിന് അനുമതി നൽകി. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 34 ഹദീസ് നമ്പർ 36. നാടൻ കഴുതി അങ്ങ് നിരോധിച്ചു. പക്ഷെ കുതിരയുടെ മാംസം അതും തുടയായിരിക്കും കിട്ടിയതല്ലേ? തുട കിട്ടിയതുകൊണ്ടായിരിക്കും. തുടഭാഗം കിട്ടിയപ്പോഴത്തേനും അടിപൊളിയായി കാണും. ഇനി അസ്മാ നിവേദനം, നബിയുടെ കാലത്ത് ഞങ്ങൾ ഒരു കുതിരയെ അറുത്തു, എന്നിട്ട് അതിനെ തിന്നു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 34 ഹദീസ് നമ്പർ 38. അറുത്തത് തന്നെ തിന്നത്തുള്ളൂ. അപ്പോൾ ഡോക്ടറെ ഒരു കാര്യം, ഈ ന്യായപ്രമാണം അനുസരിച്ച് കഴിക്കാൻ പാടുള്ള ജീവികൾ കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കബരിമാൻ എന്നിവ മാത്രമാണ്. കുതിര ഈ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് അത് യഹൂദന്മാർക്ക് നിഷിദ്ധമാണ്. ഇക്കാര്യമൊന്നും മലക്കിനോ മുഹമ്മദിനോ ഡോക്ടറിൻ്റെ ട്രഡീഷൻ തന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു ഡോക്ടറെ. ഈ മലപ്പുറം സൈഡിലൊക്കെ ഒട്ടകത്തിനെ കൊണ്ടുവന്നിട്ട് കല്യാണത്തിന് അറുത്ത് തിന്നുന്നുണ്ടല്ലോ ഡോക്ടറെ. അപ്പോൾ ഡോക്ടറെ എന്താണ് സംഭവിച്ചത്? ഡോക്ടറിന് എന്താണ് സംഭവിച്ചതെന്ന് പറയും ഡോക്ടറെ. ഞാനൊന്ന് പരിശോധിക്കാം, നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഇനി മുഹമ്മദ് കഴുതകളുടെ മാംസം കഴിച്ചോ എന്നൊന്ന് നോക്കിയാലോ. അതുകൂടെ നോക്കാം. ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, ഖൈബർ സമയത്ത് ഞങ്ങൾ കുതിരയെയും കാട്ടുകഴുതയെയും ഭക്ഷിച്ചു. നാടൻ കഴുതയെ ഞങ്ങളോട് നിരോധിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 34 ഹദീസ് നമ്പർ 37. ഡോക്ടറെ, കാട്ടുകഴുതയാണ് കഴിച്ചത്. ഈ കാട്ടുകഴുത എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ബൈബിളിനകത്ത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കാട്ടുകഴുത എന്നൊരാളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തെ ഓർമ്മ വന്ന്. അതിപ്പോൾ കാട്ടുകഴുത അങ്ങ് ഭക്ഷിച്ചു, നാടൻ കഴുതയെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ന്യായപ്രമാണത്തിൽ കാണുന്ന ലിസ്റ്റിൽ നാടൻ കഴുത മാത്രമല്ല കാട്ടുകഴുതയില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ മുഹമ്മദിനും മലക്കിനും ഡോക്ടറിനും അറിയത്തില്ലായിരുന്നോ? അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവാണോ ഡോക്ടറെ? ഡോക്ടർ ഓരോന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പന്നി എന്ന് പറയുമ്പോഴത്തേനും ഒരു സമുദായത്തിൻ്റെ എങ്ങാണ്ട് വലിയ പൊക്കവും പിടിച്ചിട്ട് ബാക്കിയുള്ള സമുദായം ഇത് കഴിക്കുന്നവർ മൊത്തം മോശക്കാരാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് ഒരുമാതിരി ആസാക്കുന്ന രീതിയിൽ വരുമ്പോൾ താങ്കളുടെ പ്രവാചകൻ ലോകത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ മൊത്തം കടക്കം മറിഞ്ഞ ആളാണെന്നുള്ള ഒരു ചിന്ത വേണം. ഇതൊന്നും മദ്രസ പോയപ്പോൾ പഠിച്ചില്ലേ? മദ്രസ ബുദ്ധിയായിട്ട് നടക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ ബൈബിൾ വാക്യത്തെ ഇങ്ങനെ വായിച്ചത്. ഇനി ഡോക്ടറെ തീർന്നില്ല, ഇനി സമുദ്രജീവികളുടെ കാര്യം നോക്കണം. സമുദ്രത്തിലെ ഉള്ള ജീവികളെ പറ്റിയൊക്കെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ നോക്കണ്ടേ. ജാബിർ പറഞ്ഞു, തിരുമേനി കടൽ തീരത്തേക്ക് ഒരു സേനയെ അയച്ചു. നായകനായി അബു ഉബൈദയെ നിയമിച്ചു. അപ്പോൾ അവർ 300 പേർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറപ്പെട്ട് കുറേ ദൂരം എത്തിയപ്പോഴേക്കും ആഹാര പദാർത്ഥങ്ങൾ തീർന്നുപോയി.
സൈനികരുടെ പക്കൽ അവശേഷിച്ച ആഹാര സാധനങ്ങൾ ശേഖരിക്കാൻ അബു ഉബൈദ കൽപ്പിച്ചു. അവയെല്ലാം ശേഖരിച്ചു. ആകെ 2 ചാക്കിൽ ഒതുങ്ങുന്ന ഈന്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നു ഞങ്ങൾക്ക് അദ്ദേഹം എല്ലാ ദിവസവും കുറേശ്ശെ തന്നുകൊണ്ടിരുന്നു. അവസാനം അതും തീരാറായി. ഓരോ ഈത്തപ്പഴമാണ് ഒരു നേരം ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇത് കേട്ടപ്പോൾ ഒരാൾ ജാബിറിനോട് ചോദിച്ചു, ഒരു ഈത്തപ്പഴം കൊണ്ട് ഞങ്ങൾക്ക് എന്താകാനാണ്? അദ്ദേഹം പറഞ്ഞു, എല്ലാം തീർന്ന് അവസാനം അതും കിട്ടാതെ വന്നപ്പോഴാണ് ആ ഓരോ ഈത്തപ്പഴത്തിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായത്. ഒടുവിൽ ഞങ്ങൾ കടൽ തീരത്തെത്തിയപ്പോഴതാ അവിടെ കുന്നുപോലൊരു മത്സ്യം കിടക്കുന്നു. ഞങ്ങൾ അത് 18 ദിവസം ഭക്ഷിച്ചു. പിന്നീട് അതിൻ്റെ 2 വാരിയെല്ലുകൾ ഭൂമിയിൽ നാട്ടാൻ അബു ഉബൈദ കൽപ്പിച്ചു. ഉടനെ അത് നാട്ടി. ഒരു ഒട്ടകപ്പുറത്ത് കയറിയിരുന്ന് ആ നാട്ടിയ എല്ലിൻ്റെ താഴ്ഭാഗത്തുകൂടെ കടന്നു പോകാൻ ഒരാളോട് അബു ഉബൈദ കൽപ്പിച്ചു. ആ എല്ലിന്മേൽ തട്ടാതെ അയാൾ ഭദ്രമായി കടന്നുപോയി. സൊഹീഹുൽ ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1639 പേജ് 802. ഇപ്പോൾ ഈ കടലിലെ ഭക്ഷണത്തെ പറ്റി പറയുമ്പോഴത്തേനും തിരുമേനിക്ക് പറ്റിയ അബദ്ധമൊക്കെ ഒന്ന് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ജാബിർ അടുത്തൊരു ഹദീസിൽ പറയാണ്, ജാബിർ തന്നെ പറയുന്നു, സമുദ്രതീരത്ത് തിമിംഗലം എന്ന് വിളിക്കുന്ന ഒരു ജീവി ഞങ്ങൾ കടിഞ്ഞു കിട്ടി. അരമാസക്കാലം ഞങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു. അതിൻ്റെ കൊഴുപ്പെടുത്ത് ഉരുക്കി ശരീരത്തിൽ പുരട്ടി. അങ്ങനെ ഞങ്ങളുടെ ക്ഷീണിച്ചു മെലിഞ്ഞ ശരീരമെല്ലാം പൂർവ്വസ്ഥിതി പ്രാപിച്ചു. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരമാണുള്ളത്, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുകയെന്ന് അബു ഉബൈദ പറഞ്ഞു. മദീനയിലെത്തിയപ്പോൾ ഈ വിവരം ഞങ്ങൾ തിരുമേനിയെ ഉണർത്തി. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു പ്രദാനം ചെയ്ത ആഹാരം നിങ്ങൾക്ക് ഭക്ഷിക്കാം, വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക്. അവരിലൊരാൾ ഒരു കഷ്ണം തിരുമേനിക്കും കൊടുത്തു. അവിടുന്ന് അത് ഭക്ഷിച്ചു. സൊഹീഹുൽ ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1640 പേജ് 802. ഡോക്ടറെ എന്തു പറ്റി ഡോക്ടറെ? സമുദ്രത്തിൽ ഈ സാധനമൊക്കെ ഈ തിരുമംഗലത്തിനെ കഴിക്കാനൊന്നും ന്യായപ്രമാണത്തിലല്ലല്ലോ. അതുമാത്രമല്ല, ആ കൊഴുപ്പെടുത്ത് അങ്ങോട്ട് ഉരുട്ടിയിട്ട് ശരീരത്തൊക്കെ അങ്ങോട്ട് പെരട്ടിയിട്ടേ ആ മുഹമ്മദിൻ്റെ അനുയായികളായിട്ടുള്ളവർ എന്ത് ചെയ്തു? ഫയൽമാനില്ലേ, ജിംനേഷ്യത്തിനൊക്കെ ബോഡി ബിൽഡറൊക്കെ കൊഴുപ്പ് വരട്ടിയിട്ട് വന്ന് നിൽക്കുന്നിടക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിന്നതല്ലേ. പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ സമയത്ത് കിട്ടിയ ഭക്ഷണം വാരി വലിച്ച് തിന്നു ഡോക്ടറെ അവർ. ശരിക്കും അങ്ങ് കഴിച്ചു. എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറെ? ഡോക്ടറെ വല്ലാത്ത അവസ്ഥയായിപ്പോയില്ലേ ഡോക്ടറെ? പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞു നിന്നപ്പോഴത്തേനും മുഹമ്മദിൻ്റെ അനുയായികൾ എന്ത് ചെയ്തു? തിമിംഗലത്തിനെ വരെ തിന്നു. അപ്പോൾ സമുദ്രജീവികളിൽ ഭക്ഷിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന ന്യായപ്രമാണം പറയുന്നത് കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളവ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം. അവയുടെ മാംസം തിന്നരുത് എന്നാണ്. തിമിംഗലത്തിലുള്ള ചിറകുണ്ടെങ്കിലും ചെതുമ്പലില്ല. മനസ്സിലായോ? തിമിംഗലത്തിന് ചിറകുണ്ടെങ്കിലും ചെതുമ്പലില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടറിന് ചിലപ്പോൾ അറിയാവൂല്ലോ എന്ന് അറിയത്തില്ല ഡോക്ടറെ. ഇസ്രയേലിയരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷിക്കാൻ അനുവാദമില്ലാതിരുന്ന അശുദ്ധ ജീവിയായിരുന്നു തിമിംഗലം. പക്ഷെ ന്യായപ്രമാണം പുനഃസ്ഥാപിക്കാൻ വന്നു എന്ന്, അല്ലെങ്കിൽ അതിനെ കൂട്ടി ഉറപ്പിക്കാൻ വന്നു എന്നൊക്കെ മുസ്ലിങ്ങൾ അവകാശപ്പെടുന്ന ഡോക്ടറിൻ്റെയൊക്കെ ഡോക്ടറിന് ട്രഡീഷൻ കൊണ്ടെത്തുന്ന മുഹമ്മദ് ന്യായപ്രമാണത്തിന് ഇങ്ങനെയുള്ള ഒരു കൽപ്പന എന്തായിരുന്നു? അറിയാതെ പോയില്ല ഡോക്ടറെ. ഇനി ഡോക്ടർ പറഞ്ഞ പന്നി മാംസത്തിലേക്ക് വരാൻ ഡോക്ടർ ചിലപ്പോൾ ഖുറാൻ വായിക്കാൻ ഡോക്ടറിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ആയിട്ട് ചിലപ്പോൾ തോന്നിക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈശോ ആ പുസ്തകം വായിച്ചാൽ ശരിയാകത്തില്ല എന്ന് ഡോക്ടറിന് ഉള്ളിൽ ചിന്തയുള്ളത് കൊണ്ടായിരിക്കാമല്ലോ ഡോക്ടർ ചിലപ്പം ഈ ബൈബിൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ 5-ാം അധ്യായം അറിയാമായിരിക്കും, അതിൻ്റെ 3 വായിച്ചു നോക്കാം. 5-3 ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കപ്പെട്ടതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തിച്ചത്തതും ഹൃംസജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിനു മുമ്പ് നിങ്ങൾ അറുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അമ്പുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതും നിഷിദ്ധമാക്കുന്നു. ഇതെല്ലാം കടുത്ത അധർമ്മമാകുന്നു. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് തികച്ചും നിരാശരായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുവിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ ഞാൻ തൃപ്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട
ഹിതാഹിത നിയമങ്ങൾ പാലിക്കുവിൻ. വല്ലവനും പാപം ചെയ്യണമെന്ന വിചാരത്തോടെ അല്ലാതെ അസഹ്യമായ വിശപ്പ് കൊണ്ട് നിർബന്ധിതനായാൽ ഇവയിൽ എന്തെങ്കിലും തിന്നേണ്ടി വന്നാൽ നിസ്സംശയം അല്ലാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. ഇപ്പൊ ഡോക്ടറെ ആ അസഹ്യമായ വിശപ്പ് വരുന്ന സമയത്ത് ഡോക്ടറിന് ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കപ്പെട്ടത്, ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തത്, മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തുപോയതും, തമ്മിൽ കുത്തി ചത്തതും, ഹിംസജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും, അനന്തരം ചാകുന്നതിന് മുമ്പ് നിങ്ങൾ അർത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു പറയുന്ന സാധനം മുഴുവനും അസഹ്യമായ പട്ടിണിയാകുന്ന സാഹചര്യത്തിൽ തിന്നാം. ഡോക്ടർ ഒരു ഭാഗം പറയുന്നൊരു ഉണ്ട്, അതൊന്ന് കേട്ടു നോക്കണേ. അവസാനം ഇതുപോലെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളോ ഹൃദ്രോഗമോ വരുമ്പം എൻ്റെ പന്നിയിറച്ചി എന്നെ ചതിച്ചേ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. പന്നിയിറച്ചി ഇങ്ങോട്ട് തുറന്ന് ഇതാ മോനെ പിടിച്ചോ, നിന്റെ രുചിക്ക് ഇതാ നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുമ്പം അമിതവണ്ണം വന്ന് ഇതെല്ലാം വന്ന് വല്ല പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞ് എൻ്റെ പന്നി എന്നെ ചതിച്ചേന്ന് പറയുമ്പോഴത്തേനും ഡോക്ടറെ അസഹ്യമായ വിശപ്പ് കൊണ്ട് ഈ പന്നിയിറച്ചിയും ഈ ശവവും രക്തവും എല്ലാം തിന്നുമ്പോഴത്തേനും ഇത് മൊത്തം ഹലാലാക്കി തരുന്ന ആരാ ഡോക്ടറെ? ആ സമയത്ത് ട്രഡീഷൻ എങ്ങോട്ട് പോകും ഡോക്ടറെ? ഡോക്ടർ നല്ല പരിഹാസമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ തരുന്നത്. ആ ഡോക്ടർ ഒന്ന് പറഞ്ഞു തന്നെ ഡോക്ടറെ, ഈ അസഹ്യമായ വിശപ്പ് കൊണ്ടേ ഡോക്ടർ ഇപ്പോൾ ഒരു വിശപ്പ് സഹിക്കാൻ പറ്റാതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നെന്ന് വെച്ചു. ഞാൻ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കുരുമുളകൊക്കെ അങ്ങോട്ട് ഇട്ട് നല്ല വരട്ടി അടിപൊളിയായിട്ട് വരട്ടി ഫ്രൈ ചെയ്ത് വിശപ്പ് കൊണ്ട് ഗതികെട്ട് കയറി വന്നിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക്. ഞാൻ അത് അങ്ങോട്ട് എടുത്ത് വെച്ച് തരുന്നു ഡോക്ടറിന്. അങ്ങോട്ട് എടുത്ത് അങ്ങ് തരികയാണ് ഡോക്ടറിന്. ഡോക്ടർ അത് വെട്ടി അങ്ങ് വിഴുങ്ങി. ആരിപ്പോൾ ഈ വിശപ്പ് അസഹ്യമായ വിശപ്പ് കൊണ്ട് ചാകാൻ എന്ന് വെച്ചാൽ ജീവൻ നിലനിർത്തണമല്ലോ. അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേന് ആരാണ് ഡോക്ടർ ഇത് ഹലാലാക്കി തരുന്നത്? അപ്പോൾ ഹലാലാക്കി തരുന്ന അജീഷായിരിക്കും. ശരിയല്ലേ ഡോക്ടറെ? ഇജ്ജ് തിന്നോ പിള്ളേന്നും പറഞ്ഞ്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് കിട്ടുമ്പോഴത്തേനും ഡോക്ടർ അത് തിന്ന് കഴിയുമ്പോഴത്തേനും അയ്യോ ഡോക്ടറെ അല്ലാഹു നമ്മളെ ചതിച്ചല്ലോ എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? കാരണം അല്ലാഹു നിങ്ങൾക്ക് പോലും തരാതെ നല്ല രീതിയിൽ വളർത്തി നല്ല 200 കിലോ 300 കിലോ ഒക്കെ ആക്കി വെച്ചിരിക്കുന്ന പന്നിയെ നല്ല ഇതേപോലെ അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് നല്ല സൂപ്പറാക്കി അങ്ങോട്ട് തരുമ്പോഴത്തേനും ഡോക്ടറെ ബഹുരസമാണ്. പണ്ട് ഞങ്ങളൊരു കഥ പറയുന്ന കണക്ക് ഒരു മുസ്ലിം പന്നിയിറച്ചി എന്നിട്ട് പുള്ളി കുത്തിയിരുന്ന് കരയുക. കരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചെന്നിട്ട് ചോദിച്ചു എന്താടാ പുള്ള നീ ഇരുന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും പറയാണ്, ഇതുമാത്രം രുചിയുള്ള എൻ്റെ ഈ പന്നിയുടെ ഇറച്ചി എൻ്റെ വാപ്പാടെ വാപ്പായും എൻ്റെ കുടുംബക്കാരും ഒക്കെ കഴിക്കാതെ മരിച്ചു പോയല്ലോ എന്ന് ഓർത്തിരുന്ന് കരഞ്ഞതുപോലെ ആ സമയത്ത് നിങ്ങളിരുന്ന് കരയേണ്ടി വരും ഡോക്ടറെ. കാരണം അസഹ്യമായ വിശപ്പ്. ആ സമയത്ത് മരണം അടുത്ത് വരുന്ന സമയത്ത് പന്നിയിറച്ചി അങ്ങോട്ട് കിട്ടിയാൽ, ശവം അങ്ങോട്ട് കിട്ടിയാൽ, രക്തം അങ്ങോട്ട് കിട്ടിയാൽ ഡോക്ടർ എന്ത് ചെയ്യണം? മാട്ട് കടിക്കണം. മനസ്സിലായോ? അടിച്ചിട്ട് ഉറച്ചങ്ങോട്ട് നിൽക്കണം. അതുകൊണ്ട് ഡോക്ടറിനോട് ഒരു കാര്യം പറയാം. ഡോക്ടറെ പോലുള്ള എല്ലാ ദാവക്കാരോടും മുസ്ലിങ്ങളോടും പറയുകയാണ്, മുഹമ്മദിയരോട് പറയാണ്, പന്നിയിറച്ചി തിന്നുന്നു എന്ന് ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞ് വരുന്ന മുസ്ലിങ്ങളോട് പറയുകയാണ്, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം ന്യായപ്രമാണത്തെ സ്ഥാപിക്കാൻ വന്നയാൾ അത് മുഴുവനും ലംഘിച്ചു. മുഹമ്മദ് എന്ന് പറയുന്ന ആൾ മുഴുവനും ലംഘിച്ചു. മനസ്സിലായോ? അതിപ്പോൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഖുറാനും ഹദീസും ഒക്കെ കൊണ്ട് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം സത്യദൈവത്തിൽ നിന്നുള്ളൊരു പ്രവാചകനല്ല. സത്യദൈവത്തിൻ്റെ നിയമത്തെ മാറ്റി വരുന്ന ആരാണ്? അവനാണ് കള്ളപ്രവാചകൻ. ഡോക്ടറിന് മനസ്സിലായോ? ഡോക്ടർ ഈ സ്കാച്ചാമിനിട്ടോ ഒരച്ചങ്ങാണ്ട് ഡോക്ടറേറ്റ് നേടിയതാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ബൈബിൾ വാക്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുക്കാൻ വരുമ്പോഴത്തേനും ഡോക്ടറെ ഒന്ന് ശ്രദ്ധിക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ അങ്ങോട്ട് തിന്നുമ്പോൾ ഡോക്ടറെ ഈ ബീഫ് തിന്നുമ്പോൾ ഒരു കുഴപ്പമില്ല, കൊളസ്ട്രോൾ ഇല്ല. ഈ ബീഫിന് കൊളസ്ട്രോൾ ഇല്ലല്ലേ? മനുഷ്യന് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ല ബീഫ്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് നെയ്യൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ബീഫ് എത്ര വേണേലും തിന്നാം, ഒട്ടകം എത്ര വേണേലും തിന്നാം അല്ലേ? കൊള്ളാലോ ഡോക്ടറെ. ഇപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ഒരു ശകലം പന്നിയൊക്കെ മേടിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് തരാം. ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ അവിടെ നിന്ന് മാറൂല. അമ്മാതിരി ടേസ്റ്റുള്ള സാധനമാണ്. അതുകൊണ്ട് ഈ മാതിരി വർത്തമാനമായിട്ട് ഇങ്ങോട്ട് വരരുത്. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഡോക്ടറിനോടും കൂട്ടുകയാണ്, ട്രഡീഷൻ മുഹമ്മദ് കൊണ്ടുവന്ന ട്രഡീഷൻ എന്ന് പറയുന്ന കള്ളപ്രവാചകനായിട്ടുള്ള ആളാണ്. സത്യദൈവത്തിൽ നിന്നുള്ള ഒരാളെയല്ല.
അതുകൊണ്ട് ഇത്തരം പ്രവാചകന്മാരുടെ മുമ്പാകെ നടന്നുകൊണ്ട് നിങ്ങളുടെ ഖബറിലേക്ക് പോയി മുൻകിറിൻ്റെ നക്കീറിൻ്റെ അടി മേടിച്ച് അങ്ങ് പരലോകത്ത് മുഹമ്മദ് അടി മേടിക്കുന്നിടക്ക് കിടന്ന് പോകാൻ വേണ്ടി ശ്രമിക്കരുത് ഡോക്ടറെ. അതുകൊണ്ട് ആ ബൈബിളിനകത്ത് കുറച്ച് ബാക്കിയും കൂടെ ഈ ഡോക്ടർ വായിച്ച അധ്യായം മാത്രമല്ല, വെളിപ്പാട് വരെയുള്ള അധ്യായങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വായിച്ച് വരുമ്പോഴത്തേനും ഒരാളെ പറ്റി പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ മുമ്പിലേക്ക് സൂര്യനേക്കാൾ വെല്ലുന്ന വെളിച്ചമായി വന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. സകല മനുഷ്യരുടെയും, മുഹമ്മദിൻ്റെയും ഡോക്ടറിൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞ പരിശുദ്ധനായ യേശുക്രിസ്തു. മനസ്സിലായോ? ആ നിസ്തുല്യനായ യേശുക്രിസ്തു തന്നതുപോലുള്ള ഒരു പാഠം അല്ലെങ്കിൽ ഒരു പഠനം മുഹമ്മദ് പോലും ഭൂമിയിലേക്ക് വെച്ചിട്ടില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, മുഹമ്മദിന് ഡോക്ടറിന് മുമ്പിൽ കാണിച്ചു തന്ന ഒരു 5 മാതൃക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ട്രഡീഷൻ മുഹമ്മദ് ആണല്ലോ ഡോക്ടറിന് തന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിപ്പോൾ എന്നെ കേട്ടവരോട് പറയുകയാണ്, നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്ന കാര്യം കൊണ്ടല്ല നമ്മളെ അശുദ്ധമാണ്, നമ്മുടെ വായിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം. ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ കാക്കാമാരെ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇനിയുള്ള ക്രിസ്ത്യാനികളോട് പന്നിയിറച്ചി കഴിക്കുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ അസഹ്യമായ വിശപ്പുണ്ടാകുന്ന സമയത്ത് പന്നിയെന്നല്ല ശവത്തിനെ വരെ തിന്നാം. ഞങ്ങൾ പന്നിയിറച്ചിയല്ലേ തിന്നുന്നത്, നിനക്കൊക്കെ ശവം തിന്നാം, രക്തം കുടിക്കാം. മനുഷ്യൻ്റെ ശവമല്ലാതെ പിന്നെ എന്താ തിന്നുന്നത്? അതുവരെ തിന്നാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് വരരുത്. ഡോക്ടറിനോടും കൂട്ടറിനോടും എന്നെ കേട്ടവരോടും പറയുകയാണ്, ഇന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളായി കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞു രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.